ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സന്തോഷ വാർത്തയാണെന്ന് പറയുന്നത് തൃശ്ശൂർക്കാർ കൈയടിച്ച് സന്തോഷം തുടങ്ങി എന്നുള്ളതാണ്. സുരേഷ് ഗോപിയെക്കുറിച്ചാണ് സന്തോഷം. സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ടതിലാണ് സന്തോഷം. പിന്നെയോ സുരേഷ് ഗോപി ഇപ്പോൾ മറ്റൊരു മഹാകാര്യം ചെയ്യാൻ പോകുന്നു. തൃശ്ശൂർക്കാർക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യാൻ പോകുന്നു. എന്താണ് ത്യാഗമെന്നോ? എയിംസ് വാഗ്ദാനം നൽകി കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ പല വാഗ്ദാനങ്ങൾ നൽകി കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പോലും ധനകാര്യ വകുപ്പിലെ മന്ത്രി ചെവി കൊടുത്തില്ല. അങ്ങനെ ബജറ്റിൽ ഒന്നും ഉണ്ടായില്ല. സുരേഷ് ഗോപി ഒന്നും പറഞ്ഞിട്ടില്ല എന്നും പ്രഖ്യാപിച്ചും കഴിഞ്ഞു. അങ്ങനെ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് തൃശ്ശൂർക്കാർ പറഞ്ഞു തുടങ്ങി. വലിയ വലിയ വാഗ്ദാനങ്ങൾ ആർക്കും നൽകാൻ കഴിയും. കാര്യത്തോടെടുക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി കേൾക്കുന്നു. സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞ് ഒരു കത്ത് പോക്കറ്റിലിട്ട് നടക്കുകയെന്നാണ് പറയുന്നത്. മറുഭാഗത്ത്, അതായത് ഇപ്പോൾ ശരിക്ക് അമിത്ഷായും ഈ സുരേഷ് ഗോപിയും തമ്മിലുള്ളൊരു ടഗ് ഓഫ് ആറാണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേന്ദ്രത്തിലെ ചില മലയാളി സുഹൃത്തുക്കളിൽ നിന്നറിയാൻ കഴിഞ്ഞത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, സുരേഷ് ഗോപി ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇവിടെ ജയിച്ചതെങ്കിലും ഇത്രയും കരുത്തരായ BJP ആണെങ്കിൽ ഒരെണ്ണം വേറൊരാളെ ജയിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അത് തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടുള്ള സിനിമയും എല്ലാം കൊണ്ടുള്ള കഴിവ് കൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയ തൃശ്ശൂരിനെ സംബന്ധിച്ച് BJP നേടിയെടുത്തത് ബഹുഭൂരിപക്ഷത്തോടെ. അതുകൊണ്ട് തന്നെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ഉറപ്പായും വിശ്വസിച്ചിരുന്ന സുരേഷ് ഗോപിക്ക് അത് ലഭിക്കാതെ വന്നപ്പോൾ സഹമന്ത്രി സ്ഥാനം രാജിവെക്കാൻ അന്നേ തയ്യാറെടുപ്പ്, മന്ത്രി സത്യപ്രതിജ്ഞ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാലോചിക്കണം. അപ്പോൾ അവിടെ തന്നെ ഒരു കല്ലുകടി ഉണ്ടായി. കാരണം ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയ ഈ മന്ത്രിസഭയെ ആദ്യത്തെ കല്ലുകടി ഉണ്ടാക്കിയത് പ്രതിപക്ഷമല്ല, തൻ്റെ മന്ത്രിസഭയിൽപ്പെട്ട സുരേഷ് ഗോപിയാണെന്ന് പ്രധാനമന്ത്രിക്കും മറ്റുള്ളവർക്കെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ സുരേഷ് ഗോപി ആയതുകൊണ്ട് തൽക്കാലം മുറുക്കിയില്ലാതെ മാത്രമേ ഉള്ളൂ. അതേ സ്ഥാനത്ത് തനിക്ക് കുറേ 10-30 സിനിമകളുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ 30 സിനിമ ഉണ്ടായിരിക്കും ആകെ. സുരേഷ് ഗോപിക്ക് ഇത്രയും സിനിമകളൊന്നും ഇവിടെ ഇല്ല എന്നായിരിക്കണം. അപ്പോൾ ആ സിനിമ ഉള്ളതിൻ്റെ പേരിൽ തൻ്റെ ഭരണകേന്ദ്രം, ഡൽഹിയിൽ നിന്നുള്ള ഭരണകേന്ദ്രം തൻ്റെ ലൊക്കേഷനിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷായ്ക്ക് ഒരു കത്ത് കൊടുത്തു അത്രേ. അമിത്ഷാ കത്ത് ചുരുട്ടിക്കൂട്ടി പുച്ഛിച്ചു കൊണ്ട് വലിച്ചെറിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. ഇതൊക്കെ അവിടെ നടക്കുന്ന കാര്യങ്ങളാണത്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു, ഞാൻ സിനിമയിൽ അഭിനയിക്കും, അതിനുള്ള അപേക്ഷ തരണം. പക്ഷേ സാധാരണ രീതിയിൽ സിനിമയിൽ അഭിനയിക്കാനും ഫുൾ ടൈം കുറേ ദിവസങ്ങൾ പോവും. അപ്പോൾ ഭരിക്കാനുള്ള സമയം എവിടെ? അങ്ങനെ ഒരാൾക്ക് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ ആ മന്ത്രിസഭയിൽ തന്നെ മറ്റു ചില അഭിനേതാക്കളുമുണ്ട്, അവർക്കും ഇതുമായിട്ട് കൊടുക്കേണ്ടി വരും. അതൊരു തെറ്റായ കീഴ്വഴക്കമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ കേന്ദ്ര മന്ത്രിസഭ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയും അമിത്ഷായും തയ്യാറല്ല എന്ന് കേൾക്കുന്നു. മാത്രമല്ല ഇവർ അസ്വസ്ഥരാണ്. സുരേഷ് ഗോപി ഇങ്ങനെ കയറ് അഴിച്ച് വിട്ടു പോകുന്നൊരു പശുവായിട്ടാണ് പറയുന്നവർ ശരിക്കും. അപ്പോൾ അത് അയാളെ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം സുരേഷ് ഗോപി അടിയുറച്ച് രാഷ്ട്രീയ വിശ്വാസപ്രകാരം BJPയിലേക്ക് വന്ന ആളല്ല. പല പാർട്ടികളും പരീക്ഷിച്ചുകൊണ്ട് അവിടെയൊക്കെ സീറ്റ് കിട്ടാതെയാണ് ഇവിടെ വന്നത് എന്നാണ് കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് പോയിരിക്കുന്നത്. എങ്കിലും പ്രധാനമന്ത്രിയുടെ വിശ്വസ്തരിൽ ഒരാളായി തീർന്നതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടുപോകുന്നത്. പക്ഷേ സുരേഷ് ഗോപി വളരെ വ്യക്തമായി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, തൻ്റെ മന്ത്രിസ്ഥാനം തെറിക്കുമെന്ന് ബോധ്യമായപ്പോൾ വ്യക്തമായി പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു, എനിക്ക് 10-30 സിനിമകളുണ്ട്, അത് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം, സിനിമയിൽ 30-40 സിനിമയെ കൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു പടം പൊട്ടിപ്പൊളിഞ്ഞാലും മതി, അതൊക്കെ വീഴും. ഇവിടെ എനിക്കറിയാം മമ്മൂട്ടിയുടെ കുറേ നല്ല ബെസ്റ്റ് സിനിമകൾ ഒരുമിച്ച് 5-6 എണ്ണം ഒരുമിച്ച് റിലീസ് ചെയ്തപ്പോൾ ആ സിനിമകൾ പലത് 5 എണ്ണം പരാജയപ്പെട്ടു എന്നാലോചിക്കണം. ആ 5 സിനിമകൾ എല്ലാം നല്ല സിനിമകളായിരുന്നു, പക്ഷെ ജനം വേണ്ടെന്ന് വെച്ചു. അതോടെ കത്തിനിരുന്ന മമ്മൂട്ടി, ജോഷി, ഡെന്നിസ് ജോസഫ് അടക്കമുള്ളവരെല്ലാം പിന്നെ ജീവൻ മരണ പോരാട്ടമായി നടത്തിയത്. അതിൻ്റെ ഫലമായി ഉണ്ടായാണ് ന്യൂഡൽഹി എന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു സിനിമ ഉണ്ടായില്ലായിരുന്നെങ്കിൽ, വിജയിച്ചില്ലായിരുന്നെങ്കിൽ ഈ 3 പേരുടെയും സ്ഥിതി കഷ്ടത്തിലാകുമായിരുന്നു. അതാണ് സിനിമ ലൈവായി നിൽക്കുന്നവരെ മാത്രമേ അംഗീകരിക്കുള്ളൂ, സക്സസ് ഉള്ളവരെ മാത്രമേ ഇന്നും അംഗീകരിച്ചിട്ടുള്ളൂ എന്നാലോചിക്കണം. അപ്പോൾ ഇവിടെ സുരേഷ് ഗോപി ഒരു മസ്റ്റായ നടനല്ല എന്നാലോചിക്കും. മലയാള സിനിമയിൽ മസ്റ്റായ ഒരു നടനൊന്നുമല്ല. അങ്ങനെ പോകുന്നു, കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു മാത്രമുള്ളൂ. കിട്ടിയ ഈ കേന്ദ്രമന്ത്രിസ്ഥാനം വേണ്ട എന്ന് വെക്കുന്നത്, തട്ടിക്കളിക്കുന്നത് തൃശ്ശൂരിൽ, അതായത് സുരേഷ് ഗോപി നല്ലവനാണ്, കഴിവുള്ളവരാണ് എന്ന് തെറ്റിദ്ധരിച്ച തൃശ്ശൂരിലെ വോട്ടർമാർക്ക് കൊടുക്കുന്ന കടുത്ത
അവഗണനയാണ്. എന്നാൽ ജയിച്ചു പോയിട്ട് എയിംസ് കൊണ്ടുവരാം. നമ്മൾ വീട്ടിൽ നിന്ന് അച്ഛനൊക്കെ രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് മിഠായി കൊണ്ടുവരില്ലേ, മിഠായി കൊണ്ടുവരാൻ കാത്തിരിക്കുന്ന കുട്ടികളുണ്ട് എന്ന പോലെ കാത്തിരുന്നാണ് എയിംസ് തൃശ്ശൂരിൽ സ്ഥാപിക്കുമെന്നുള്ളത്. തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് എയിംസ് കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ അതിന് കാരണമായി സുരേഷ് ഗോപി പറഞ്ഞു എയിംസ് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള സ്ഥല സൗകര്യങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ രേഖാമൂലം കാണിച്ചു കൊടുത്തു, തൃശ്ശൂരിൽ ഞങ്ങൾ കാണിച്ചു കൊടുത്ത സ്ഥലത്തിനേക്കാൾ കുറവ് സ്ഥലത്ത് ഈ ഇന്ത്യയിലെ പല ഭാഗത്തും എയിംസ് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് സുരേഷ് ഗോപി വിജയിച്ചാൽ ഒരു ചുക്കും നടക്കില്ല എന്ന് ഈ വോട്ട് ചെയ്തവർ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അന്ന് ഇദ്ദേഹം കുറേ വാഗ്ദാനങ്ങൾ നൽകി, കുറേ കിരീടം ഉണ്ടാക്കി കൊടുത്തു, കുറേ കാര്യങ്ങൾ ചെയ്തു, ക്ഷേത്രത്തിലും അമ്പലത്തിലും കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടു ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ. കേന്ദ്രം ജയിച്ചു കഴിഞ്ഞപ്പോൾ കേന്ദ്രമന്ത്രിയായപ്പോൾ ശരിക്ക് ഓന്ത് നിറം മാറുന്ന പോലെ സുരേഷ് ഗോപിയുടെ നിറം മാറ്റം തൃശ്ശൂർക്കാർ മനസ്സിലാക്കുകയും തങ്ങൾ ഈ പാല് ഒഴിച്ചു കൊടുത്തത് കോളാമ്പിയിലാണല്ലോ പാല് ഒഴിച്ചു കൊടുത്തത് എന്നവർ വിചാരിക്കുകയും ചെയ്തു. ആലോചിക്കണം. അതിനൊരു സന്തോഷ വാർത്തയാണ് അവരെ തേടിയിരുന്നത്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനം ചിലപ്പോൾ രാജിവെച്ചേക്കാം, അല്ലെങ്കിൽ രാജി തെറിച്ചേക്കാം എന്ന് പറഞ്ഞു കേട്ടപ്പോൾ അവർ അക്ഷരാർത്ഥത്തിൽ സന്തോഷിക്കുകയാണ്. അതുമാത്രമല്ല, സത്യത്തിൽ സുരേഷ് ഗോപി ചെയ്യേണ്ട മന്ത്രിസ്ഥാനം മാത്രമല്ല, സിനിമയ്ക്ക് വേണ്ടി MP സ്ഥാനം കൂടി രാജിവെക്കേണ്ടിയിരിക്കുന്നു. രാജിവെച്ചില്ലെങ്കിൽ അത് തൃശ്ശൂരിലെ ലോകസഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് ചെയ്യുന്ന അനീതിയാണെന്നും അവർ പറഞ്ഞു തുടങ്ങി. എന്തായാലും ശരി, ഒരു അവസരം സുരേഷ് ഗോപിക്ക് വീണ് കിട്ടി. അത് മറ്റു പലരുടെയും വാഗ്ദാനങ്ങളുണ്ടായിരുന്നു. സുരേഷ് ഗോപി വിശ്വസിച്ചു, അതിൻ്റെ കൂടി സംഭവിച്ചതാണ്. അപ്പോൾ കിട്ടിയ സ്ഥാനം കൊണ്ടു നടക്കാൻ സുരേഷ് ഗോപിക്ക് അറിയില്ല എന്ന് ഇപ്പോഴല്ല, രാജ്യസഭാ മെമ്പറായിരിക്കുമ്പോൾ തന്നെ തെളിയിച്ചുണ്ടായി. രാജ്യസഭാ മെമ്പറായി 6 വർഷം ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മന്ത്രിസ്ഥാനവും കൊടുത്തു കഴിഞ്ഞിട്ടില്ല എന്ന് ആലോചിക്കണം. എന്നെ ഏറ്റവും ഉദാഹരണമായി ജനങ്ങൾ ഇയാളെ വെറുത്തു തുടങ്ങിയത് വയനാട് സംഭവത്തിന് ശേഷമാണെന്ന് ആലോചിക്കണം. അന്ന് അദ്ദേഹം പറഞ്ഞ പ്രസ്താവനകളൊക്കെ ഞാൻ ആവർത്തിക്കുന്നില്ല, കാരണം അവിടെ ഒന്നും അത്രയും മോശമായ രീതിയിലാണ് അവിടെ വന്നത്. അവിടെ പ്രധാനമന്ത്രി വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു, ജനങ്ങളുടെ മനസ്സ് ഇളക്കിപ്പോയി. കൂട്ടത്തിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ് നടന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ എന്തായാലും സുരേഷ് ഗോപി സത്യത്തിൽ ചെയ്യാൻ പോകുന്നത് അബദ്ധമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഈ സഹമന്ത്രി സ്ഥാനം ആദ്യമായി ജയിച്ച് വന്ന ഒരാൾക്ക്, രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരാൾക്ക് വെറും ഒരു മന്ത്രിസ്ഥാനം കൊടുത്തത് തെറ്റായി എന്ന് മറ്റും തോന്നിയെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ മാത്രം കുറ്റമാണ്. കാരണം വേറൊരു കാര്യം കൂടി ആലോചിക്കണം. ഈ BJPക്ക് വേണ്ടി മറ്റു സംഘടനയ്ക്ക് വേണ്ടിയും വളരെ ചെറുപ്പം മുതൽ തന്നെ കഷ്ടവും ത്യാഗവും എല്ലാം വർഗീസ് കുര്യൻ പോലും ഇപ്പോഴും സഹമന്ത്രിയായിട്ടേ ഉള്ളൂ എന്ന് ആലോചിക്കണം. അതുമാത്രമല്ല, BJPയുടെ ഒട്ടനവധി തലതൊട്ട നേതാക്കന്മാരുണ്ട്. ഇടികൊണ്ട് ജയിലിൽ കിടന്ന കുറേ പേരുമുണ്ട്. അവരൊക്കെ ഇപ്പോൾ വെറുതെ തേരാപ്പാര തന്നെ അവിടെ നടക്കണമെന്ന് ആലോചിക്കണം. അവർക്കൊരു അറിയിക്കുന്ന അംഗീകാരം ഇപ്പോഴും കിട്ടിയിട്ടില്ല. ആ സ്ഥാനത്താണ് സുരേഷ് ഗോപിയെ നെറുകയിലെടുത്ത് വെച്ചിരിക്കുന്ന ആലോചിക്കണം. ആ നെറുകയിലെടുത്ത് വെച്ചവർ തന്നെ ഇതാ താഴെയിടാൻ പോകുന്ന വാർത്തയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇനിയും ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പോകുന്ന പോലെ ഞാനിതാ രാജിവെക്കാൻ പോകുന്നു, രാജിവെച്ച് സിനിമയിൽ സജീവമാകാൻ പോകുന്നു എന്ന് പറഞ്ഞു നടക്കുമ്പോൾ ഇവിടെ അന്വേഷിക്കുന്ന ഒരു കൂട്ടമുണ്ട്. നിങ്ങൾ രാജിവെക്കുകയല്ല സുഹൃത്തെ, നിങ്ങളെ പുറത്താക്കാനുള്ള കാര്യമാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പുറത്താക്കുന്നതിനും ഒരു അവസരം തരും. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി, നിങ്ങൾ രാജിവെച്ചോളൂ എന്നൊരു പറയും. അങ്ങനെ നിങ്ങളുടെ മാനസികാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ 10-30 സിനിമയുടെ ഒന്ന്, എത്ര സിനിമയുണ്ട് ഇവിടെ ആലോചിക്കണം. കിട്ടിയ അവസരം ശരിക്കും മുതലാക്കുക. ഇനിയെങ്കിലും ആ തൃശ്ശൂരിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക, ചെയ്ത് കാണിക്കുക. കഴിഞ്ഞ 1-2 മാസമായി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതാ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത എയിംസ് എങ്കിലും നിങ്ങൾ കൊണ്ടു കൊടുക്കൂ. നിങ്ങളുടെ കയ്യിൽ 2 നല്ല വകുപ്പുകളുണ്ടല്ലോ, ആ വകുപ്പ് വെച്ചെങ്കിലും കേരളത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാക്കാൻ നോക്കൂ. അങ്ങനെയെങ്കിലും നിങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അതായത് തൃശ്ശൂർക്കാരുടെ വോട്ട് ചെയ്ത ശാപങ്ങളിൽ നിന്ന് ഇനിയെങ്കിലും നിങ്ങളൊന്ന് മോചനം നേടാൻ നോക്കൂ. സിനിമ വരും, സിനിമ പോകും. നിങ്ങൾ മന്ത്രിസ്ഥാനം, നിങ്ങളിവിടെ കേന്ദ്രത്തിലെ ഓഫീസ്, നിങ്ങൾ സഞ്ചരിക്കുന്ന അഭിനയിക്കുന്ന ഓരോരോ ലൊക്കേഷനുകളും അവിടെ ഓഫീസ് സ്ഥാപിക്കാൻ പോകുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ എല്ലാവരും ചിരിക്കുകയാണ്.